കെറ്റിലിൽ നിന്ന് എന്ത് പരീക്ഷണം ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഓറിയോ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. വീട്ടിൽ എല്ലാ സാധന സാമഗ്രികളും ഉണ്ടായിട്ടും ഈ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കി പാളിപ്പോയിട്ട് അതെല്ലാം ഉണ്ടായിട്ടും ഇന്ന് കെറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ധൈര്യം പാളിപ്പോലെ എന്ന പ്രാർത്ഥനയോടെ കുറെ ബിസ്ക്കറ്റും പാലും വാങ്ങിക്കൊണ്ടു വന്നിട്ട് ബിസ്ക്കറ്റും ക്രീമും വേറെ വേറെ ആക്കിയിട്ട് ബിസ്ക്കറ്റിനകത്ത് പാലൊഴിച്ച് കുതിർത്തു. പാലൊഴിച്ച് കുറച്ചേരം മുക്കി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തേ. എന്നിട്ട് അതിൽ കുറച്ചധികം പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കിയെടുത്തു. ഈ ഒരു സാധനം ഇത്രയാക്കി തിന്നപ്പോൾ തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നടാ. കേക്ക് ഉണ്ടാക്കണോ അത് മൊത്തത്തിൽ തിന്നണോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ തിന്നാ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് തീർന്നു. അതുകൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നമ്മളിവിടെ കെറ്റിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഈ ഒരു ഇനോ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിലാണ് എനിക്ക് കുറച്ച് അബദ്ധം പറ്റിയത്. കാരണം ഈ ഇനോ ഇട്ടത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ പാത്രമില്ലേ, അതിനകത്ത് കുറച്ച് എണ്ണ തടവി. എന്നിട്ട് നമ്മുടെ ഈ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ചുമ്മാ ഒരു പ്രൊഫഷണലിസം കാണിക്കാൻ വേണ്ടി 2 തട്ടും കൂടി കൊടുക്കുക. കെറ്റിൽ വാങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ ഒരു സാധനത്തിന്റെ ഉപയോഗം മനസ്സിലായത്. ഇതാണ് നമ്മുടെ പാത്രത്തിന് അടി വെക്കേണ്ട സാധനം. അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ നമ്മൾ പാത്രം ഇറക്കി വെക്കുക, പിന്നെ അത് അടച്ചു വെക്കുക. പിന്നെ ഒരു 20-25 മിനിറ്റിനുള്ളിൽ അത് തിരിഞ്ഞു നോക്കാൻ പോലും പോകാം. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കയ്യിലൊരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് കുത്തി നോക്കുക. അപ്പൊ അതിനകത്ത് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. പാത്രത്തിൽ നിന്ന് തട്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഷേപ്പേ കിട്ടിയിട്ടില്ല. ഇതിലെല്ലോ കാര്യം നമുക്ക് ടേസ്റ്റ് ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ ദൈവമാർക്കൊക്കെ ഈ കേക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അതിനോട് ടേസ്റ്റ് വന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്ന് മാറ്റി നിർത്തിയാൽ എന്റെ കേക്ക് അടിപൊളി. അതുകൊണ്ട് ഞാൻ അടുത്തോട്ടുണ്ടാക്കുമ്പോൾ അത് കുറച്ചേ എടുത്തോളൂ. പക്ഷെ ഇവളുമാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് സന്തോഷമായി.